അസ്സലാമു അലൈക്കും, വെൽക്കം ടു ലെജീസ് ഡെലിക്കസീസ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് റെസിപ്പിയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനൊരു പ്രിപ്പറേഷൻ്റെ ഒരാളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് നമ്മുടെ കോളിഫ്ലവർ ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ റാഡിഷൊക്കെ ഒന്ന് റൗണ്ടായിട്ട്, സാമ്പാറാണ് കേട്ടോ, റാഡിഷ് കൊണ്ടുണ്ട് സാമ്പാറാണ്. അപ്പോൾ അതിനുള്ള റാഡിഷൊക്കെ കട്ട് ചെയ്തെടുത്ത്, പിന്നെ ചെറിയ ഉള്ളിയും ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ സവാള ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചോറ് വെക്കാനുള്ള അരിയും വെള്ളവും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അവിയൽ ഉണ്ടാക്കാനുള്ള മുരിങ്ങക്ക, പിന്നെന്താണ് ബീൻസും ക്യാരറ്റും ഞാൻ ഒന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമുക്കൊരു കുറച്ച് തേങ്ങ, പിന്നെ ജീരകം, 2 പച്ചമുളകും ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം കൂടെ ഇട്ടിട്ട് അതും കൂടെ ഇതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. എന്നിട്ട് അത് നല്ലോണം കുക്ക് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി കടലപ്പൊടി, പിന്നെ മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെപ്പറും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് ലെമൺ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വെള്ളം പറയുന്നത് 2-3 ഡ്രോപ്സ് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേക്കും എൻ്റെ കുക്കറും പൊട്ടിയിട്ടാണ്. അങ്ങനെ പിടിച്ചപ്പോഴേക്കും ആ കുക്കർ പൊട്ടി വന്ന് കൈ കൂടെ പോകാത്തത് ഭാഗ്യം. പിന്നെ പരിപ്പൊക്കെ വേവിച്ചെടുത്തു. പരിപ്പ് വേവിക്കുമ്പോൾ ഞാൻ 2-3 ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു വെറൈറ്റി സാമ്പാറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. ഇപ്പോൾ മറ്റേ രീതിയിലും ഞാൻ ഉണ്ടാക്കും, എല്ലാം കൂടെ ഇട്ട് അടിച്ചിട്ടുള്ളതും. ഇതിപ്പോൾ നമ്മൾ ആദ്യം തക്കാളി വേവിച്ച് നല്ല അതിനെ സ്മാഷ് ചെയ്ത് പിന്നെ ആ പരിപ്പിലോട്ടിട്ട്, പിന്നെ ഇപ്പോൾ പുളിയും കൂടെ ഒഴിച്ചു കൊടുത്ത് അതിനെ നല്ലോണം വേവിച്ച് ഒന്ന് തിക്കാവണ വരെ ഒന്ന് ഇതാക്കണം കേട്ടോ, വേവിച്ചെടുക്കണം. അതിന് ശേഷം കുറച്ച് ഓയിൽ നമ്മുടെ സാമ്പാർ പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലോണം മൊരിപ്പിച്ചെടുക്കുക. അതായത് മൊരിപ്പിച്ചെടുത്തതിന് ശേഷം ഞാൻ ആ ക്യൂബായത് കട്ട് ചെയ്ത് സവാളയും കൂടെ ഇട്ട് കൊടുക്കുക. അതിനോടൊക്കെ കായപ്പൊടിയും ഇടുന്നുണ്ട്. അതെല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ പരിപ്പിലോട്ടെല്ലാം ഇടുക. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ റാഡിഷ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴാണ് ആ മസാലകളെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റ്. അപ്പോഴേക്കും നമുക്കൊന്ന് താളിച്ചെടുക്കാം. കടുക്, ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില, ചുവപ്പ് മുളകും, ഒരു 20 ചെറിയ ഉള്ളിയോളം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ തിളപ്പിക്കണം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ തിളച്ച് വരുമ്പോഴേക്കും നല്ല തിക്കായി വരും. ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടെ അതിൽ നല്ല പിടിച്ച് നല്ല ടേസ്റ്റാണ്. ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു സാമ്പാറാണ്. ചോറിനും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമുക്ക് കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോൾ നമ്മൾ കോളിഫ്ലവർ ഇങ്ങനെ ഓരോ ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തത്. നമ്മുടെ സാമ്പാർ റെഡിയായി. പിന്നെ അവിയലൊക്കെ ഒന്ന് ഒരു ബൗളിലാക്കി സെർവ് ചെയ്യാനുള്ള റെഡിയായി നമ്മൾ. പിന്നെ അടുത്ത സെറ്റും കൂടെ ഇട്ടെടുത്ത് അതിനടുത്ത് ഒരാൾ കട്ടെടുത്ത് തന്നുണ്ട്, ഞാൻ തന്നെയാണ് അത് കേട്ടോ. ഇതുപോലെ ആരൊക്കെയാണ് ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കഴിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിനുശേഷം നമ്മളുടെ സാമ്പാറൊക്കെ ഒന്ന് ഒരു ബൗളിലോട്ട് സെർവ് ചെയ്ത് എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെക്കുന്നതാണ് കേട്ടോ. എന്നിട്ട് റൈസ് ഞങ്ങളിവിടെ പൊന്നി റൈസാണ് യൂസ് ചെയ്യാറ്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുറേ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ആരും. നമ്മളിത് കുറേ കഷ്ടപ്പെട്ടിട്ടല്ലേ എടുക്കുന്നത്, അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തുകൂടെ? ഓക്കെ, എനിവേ ഷെയർ ആൻഡ് ലൈക്കും കൂടെ ചെയ്യണേ. ഞാനിത് ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ ഒരാളിനെ കൊണ്ടുവന്ന് ഇരുത്തി അതിൻ്റെ അഭിപ്രായം കൂടെ പറയാൻ വേണ്ടിയിട്ട് വന്ന് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ കഴിച്ചിട്ട് ഒരു ലൈക്കിൻ്റെ സിമ്പിളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം കേട്ടോ.